പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 45-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കുഷ്ഠാദിയായ പല ദുഷ്ടാമയം വപുഷി ജുഷ്ടായദീയ സഹനേ ശിഷ്ടാംഗകേഷ്വപി ച ചേഷ്ടാ നിനക്കിലിനി ഒട്ടാകയില്ല ബലവും ശിഷ്ടാനുകൂല പരിപുഷ്ടാ പെരുത്തു പരിതുഷ്ട്യാപി ചേത്തവ കൃപാകൃഷ്ടാ ദശാപളനി നിഷ്ഠാഖിലാർത്ഥ മമ നഷ്ടാ ഭവിഷ്യതി ദൃഢം. കുഷ്ഠാദിയായ പല ദുഷ്ടാമയം വപുഷി ജുഷ്ടായദീയ സഹനേ ശിഷ്ടാംഗകേഷ്വപി ച ചേഷ്ടാ നിനക്കിലിനി ഒട്ടാകയില്ല ബലവും ശിഷ്ടാനുകൂല പരിപുഷ്ടാ പെരുത്തു പരിതുഷ്ട്യാപി ചേത്തവ കൃപാകൃഷ്ടാ ദശ പളനി നിഷ്ഠാഖിലാർത്ഥ മമ നഷ്ടാ ഭവിഷ്യതി ദൃഢം. ഇതാണ് ശ്ലോകം. കുഷ്ഠാദിയായ, കുഷ്ഠം മുതലായ പല ദുഷ്ടാമയം, പല ദുഷ്ടവ്യാധികൾ, ദുഷിച്ച രോഗങ്ങൾ, വപുഷി വപുസ്സിൽ ശരീരത്തിൽ, ജുഷ്ട വന്ന് പിടിപെട്ടാൽ, യദീയ സഹനേ അതിനെ സഹിക്കുന്ന കാര്യത്തിൽ, ശിഷ്ടാംഗകേഷു അപി നല്ല ആരോഗ്യമുള്ള ശരീരമുള്ളവരുടെ കാര്യത്തിലായാൽ പോലും, ചേഷ്ടാ നിനക്കിൽ അതിനുള്ള പരിഹാരക്രിയകൾ ആലോചിച്ചു നോക്കിയാൽ ഇനിയൊട്ടാകയില്ല, ഇനിയൊട്ടും ഫലിക്കുകയില്ല. കാരണം വാർദ്ധക്യമായി, ബലവും പഴയതുപോലെ വീണ്ടെടുത്ത് ശക്തിപ്പെട്ടു കിട്ടുകയില്ല. ശിഷ്ടാനുകൂല പരിതുഷ്ട്യാപി ശിഷ്ടന്മാർക്ക് അനുകൂലമായിട്ടുള്ളവനെ വർദ്ധിതമായ സന്തോഷം, നിൻ്റെ വർദ്ധിതമായ സന്തോഷം, തവ കൃപ നിൻ്റെ കൃപയ്ക്ക് ആകൃഷ്ടാചേത ആകർഷണപാത്രമായി ഭവിക്കുന്ന പക്ഷം. അപ്പം നിൻ്റെ വർദ്ധിതമായ സന്തോഷവും അതുപോലെ നിൻ്റെ കൃപയും എനിക്ക് സംസിദ്ധമായി തീരുകയാണ് എന്നുണ്ടെങ്കിൽ, പരിപുഷ്ട്യാദശ ദുഃഖങ്ങൾ പരിപുഷ്ടമായി തീരുന്ന ദശാസന്ധ്യ അല്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥ മമ എനിക്ക് നഷ്ടാ ഭവിഷ്യതി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അന്നേരം എനിക്കതില്ലാതായിത്തീരും. ദൃഢം, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. പളനി നിഖിലാർത്ഥ പളനിയിൽ അധിവസിക്കുന്നവനും അതുപോലെ സർവാർത്ഥ സാധകനുമായി നിഷ്ഠയോടുകൂടി പളനിയിൽ വാണരുളുന്ന ഭഗവാനെ. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. കുഷ്ഠം മുതലായ മഹാവ്യാധികൾ വന്ന് പിടിപെട്ടാൽ അരോഗദൃഢഗാത്രന്മാരുടെ കാര്യത്തിലായാൽ പോലും പരിഹാരക്രിയകൾ ഫലവത്താവുകയില്ല. ബലക്ഷയവും ഉറപ്പാണ്. ശിഷ്ടന്മാരായുള്ളവർക്കെല്ലാം, ശിഷ്ടന്മാർ എന്ന് പറയുന്നത് സജ്ജനങ്ങളെയാണ്, സജ്ജനങ്ങളായിട്ടുള്ളവർക്കെല്ലാം അനുകൂലനായി വർത്തിക്കുന്നവനും പളനിയിൽ നിഷ്ഠയോടുകൂടി സ്ഥിതി ചെയ്യുന്നവനും സർവാർത്ഥ സാധകനുമായ ഭഗവാനെ നീ സന്തുഷ്ടനായിത്തീരുകയും നിൻ്റെ കൃപയ്ക്കു ഞാൻ പാത്രീഭവിക്കുകയും ചെയ്താൽ അനുദിനം പുഷ്ടി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ
എനിക്ക് സാധിക്കുന്നതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകണമേ. കുഷ്ഠം മുതലായ രോഗങ്ങൾ ശരീരത്തെ കാർന്ന് നശിപ്പിക്കുന്ന രോഗങ്ങളാണ്. എത്ര ആരോഗ്യമുള്ള ശരീരവും അതിവേഗം ക്ഷയിപ്പിക്കുന്ന രോഗങ്ങളാണവ. അത്തരം രോഗങ്ങൾ പിടിപെട്ടാൽ ചികിത്സകൾ കൊണ്ടൊന്നും ഫലമുണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾ പിടിപെടാതിരിക്കുവാനുള്ള പിടിപെടാതെ മുൻകരുതലുകളോടുകൂടി ജീവിക്കുക മാത്രമാണ് അതിനുള്ള ഏക മാർഗം. അറിവുള്ളവർക്ക് മാത്രമേ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ മുൻകരുതലുകൾ എന്ന് പറയുമ്പോൾ അത് അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശരീരശുദ്ധിയും ആത്മശുദ്ധിയും പ്രദാനം ചെയ്യുന്ന ജ്ഞാനഭക്തിയും നിഷ്ഠയോടുകൂടിയ ജീവിതചര്യകളും സർവ്വവ്യാധികളെയും അകറ്റി നിർത്താൻ സഹായിക്കും. വാർദ്ധക്യകാലത്തെല്ലാവരും ആധ്യാത്മിക നിഷ്ഠ പരിശീലിക്കുകയും അങ്ങനെ ആ ആധ്യാത്മിക നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഇതാണ്. ഈ ആധ്യാത്മികമായ നിഷ്ഠകളൊക്കെയും ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ഇന്ദ്രിയശുദ്ധി, കർമ്മശുദ്ധി ഇങ്ങനെയുള്ള ശുദ്ധികളെ ആർജിച്ചെടുക്കുവാൻ വേണ്ടി സഹായകമാണ്. ശുദ്ധി ശീലിച്ചാൽ തന്നെ മിക്കവാറുമുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. രോഗങ്ങളെല്ലാം അകറ്റി നിർത്താൻ ഇത് ഏറ്റവും വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. സൃഷ്ടിന്മുഖ സംഹാര പൊരുളായ സുബ്രഹ്മണ്യ തത്വത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി സമർപ്പിത ബുദ്ധിയോടുകൂടി യത്നിച്ചാൽ വാർദ്ധക്യ സഹജമായ സർവവിധ ആധിവ്യാധികളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. ഇക്കാര്യമാണ് ഗുരു ഈ ശ്ലോകത്തിൽ ഉപദേശിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.